നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. രഞ്ജി ട്രോഫിയിൽ ആദ്യമായി കേരളം ഫൈനലിൽ. എതിരാളികൾ വിദർഭ. കളി ജയിപ്പിച്ചത് ഹെൽമറ്റിൽ തട്ടി ഉയർന്ന പന്ത്. കേരളത്തിന്റെ ജയം. ഹെൽമറ്റ് ബോധവൽക്കരണത്തിന് ഉപയോഗിച്ച് കേരള പോലീസ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമത്തിന് തുടക്കം. 130 ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കേരളത്തെ പുകഴ്ത്തി നിതിൻ ഗഡ്കരി. പിണറായി വിജയനെയും വി ഡി സതീശനെയും ചേർത്ത് നിർത്തി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. The law-abiding attitude of the people in Kerala is really one of the important character of the Indian society. ചികിത്സ വിഫലം. അതിരപ്പള്ളി കൊമ്പൻ ചെരിഞ്ഞു. മരണകാരണം ഹൃദയാഘാതം. അണുബാധ നിയന്ത്രിക്കാനായില്ലെന്ന് ഡോക്ടർമാർ. വയനാടിനുള്ള പുനരധിവാസത്തിൽ കേന്ദ്രത്തെയും കേരളത്തെയും വിമർശിച്ച് ഹൈക്കോടതി. വായ്പ മാർച്ച് 31 ഉപയോഗിക്കണമെന്ന കേന്ദ്ര വ്യവസ്ഥ എന്തടിസ്ഥാനത്തിൽ? പുനരധിവാസം എന്ന് പൂർത്തിയാക്കണമെന്ന് കേരളത്തിനും ധാരണയില്ലെന്ന് കോടതി. സ്ഫോടന പരമ്പരയിൽ നടുങ്ങി ഇസ്രായേൽ. സ്ഫോടനം 3 ബസ്സുകളിൽ. ആർക്കും പരിക്കില്ല. ഭീകരാക്രമണം എന്ന് ഇസ്രായേൽ. സൈനിക നടപടിക്ക് നീക്കം. അമേരിക്ക ഇന്ത്യക്ക് $21 ദശലക്ഷം തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകിയെന്ന് ട്രംപ് പറഞ്ഞത് തെറ്റെന്ന് ഇന്ത്യൻ എക്സ്പ്രസ്. പത്രം കള്ളം പറയുകയാണെന്ന് BJP നേതാവ് അമിത് മാളവ്യ. ബ്രിക്സ് രാജ്യങ്ങൾക്ക് 150% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ ഭീഷണി. രഞ്ജി ട്രോഫിയിൽ ചരിത്രമെഴുതി കേരളം. ആദ്യമായി ഫൈനലിൽ. സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ നേടിയ 2 റൺസിന്റെ നിർണായക ലീഡാണ് കേരളത്തിന്റെ ചരിത്രക്കുതിപ്പിന് വഴിയൊരുക്കിയത്. ഒന്നാം ഇന്നിംഗ്സിൽ 457 റൺസ് എടുത്ത കേരളത്തിനെതിരെ ഗുജറാത്ത് 455 റൺസിന് ഓൾ ഔട്ടായി. മുംബൈയെ വീഴ്ത്തിയ വിദർഭയാണ് ഫൈനലിൽ കേരളത്തിന്റെ എതിരാളികൾ. ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കേരളം ഒരു കൊടി നാട്ടി. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ചവരിൽ ഞങ്ങളുമുണ്ടെന്ന അടയാളപ്പെടുത്തൽ. രഞ്ജി ട്രോഫി മുൻ ചാമ്പ്യന്മാരെ അവരുടെ മണ്ണിൽ വെച്ച് മറികടന്നതിന്റെ ആത്മധൈര്യവുമായി ഫൈനൽ കളിക്കാം സച്ചിൻ ബേബിക്കും സംഘത്തിനും. ധീരന്മാർക്കൊപ്പമായിരിക്കും ഭാഗ്യമെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയ സെമി പോരാട്ടം. 7 വിക്കറ്റിന് 429 റൺസുമായി ഗുജറാത്ത് അവസാന ദിനം ബാറ്റിംഗിനിറങ്ങുമ്പോൾ ക്രീസിലുണ്ടായിരുന്നത് 74 റൺസ് എടുത്ത ജയ്മീത് പട്ടേലും 24 റൺസുമായി സിദ്ധാർത്ഥ് ദേശായിയും. ലീഡ് നേടാൻ ഗുജറാത്തിന് വേണ്ടത് കേവലം 29 റൺസ്. മുഹമ്മദ് അസറുദ്ദീന്റെ സ്റ്റംപിംഗ് മികവിൽ ജയമീത് തിരികെ കയറിയതോടെ കേരളത്തിന് പ്രതീക്ഷയേറി. चलिए तीसरे अंपायर के पास चलते हैं, देखते हैं पिछला पांव हिला था या नहीं हिला था. विकेट कीपर को तो लग रहा है. 30 റൺസ് എടുത്ത സിദ്ധാർത്ഥ് ദേശായിയുടെ പാഡിൽ നിന്നും ഉയർന്ന പന്ത് ക്യാച്ച് ചെയ്തപ്പോൾ റിവ്യൂ വന്നു. അവിടെയും ഭാഗ്യം കേരളത്തിനൊപ്പം. അത് ക്യാച്ച് അല്ല, പക്ഷേ LBW എന്ന തേർഡ് അമ്പയർ. क्या ये डबल साउंड है? हाँ, अंपायर की उंगली आती हुई. വാലറ്റക്കാരായ നാഗസ്വാലയും പ്രേജിത് സിംഗും ചേർന്ന് പോരാടുമ്പോഴും സ്പിൻ ആക്രമണത്തിൽ ഉറച്ചു നിന്നു കേരളം. ഒടുവിൽ ലീഡിന് 2 റൺസ് അകലെ ഗുജറാത്ത് വീണു. 4 വിക്കറ്റ് തിളക്കവുമായി സർമാത്തയും സക്സേനയും. തോൽവി അറിയാതെയാണ് ഈ സീസണിൽ അസൂയാവഹമായ കുതിപ്പ് കേരളം നടത്തിയത്. കൺഗ്രാറ്റുലേഷൻസ് ടീം കേരള.
സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. കേരളത്തിന്റെ രഞ്ജി ഫൈനൽ പ്രവേശനത്തിന് വഴിയൊരുക്കിയ സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിൽ തട്ടിയുള്ള ക്യാച്ച് പങ്കുവച്ച് കേരള പോലീസ്. കളിയും ജീവനും സേവ് ചെയ്യും ഹെൽമറ്റ്. ഫീൽഡിലായാലും റോഡിലായാലും ഹെൽമറ്റ് നിർബന്ധം എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. കേരളത്തെ വ്യാവസായിക നിക്ഷേപ രംഗത്ത് വമ്പൻ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംരംഭകർക്ക് എല്ലാ സഹായവും നൽകുമെന്നും നടപടിക്രമങ്ങൾ ചുവപ്പ് നാടയിൽ കുടുങ്ങില്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. വിദേശികളും പ്രവാസികളും ഉൾപ്പെടെ നിക്ഷേപകർ ഉച്ചകോടിക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മാറിയ വ്യവസായ സംസ്കാരത്തിന്റെ പ്രതിഫലനമായിരുന്നു ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിന്റെ ഉദ്ഘാടന വേദി. വിവാദങ്ങൾ മാറ്റിവെച്ച സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നാണ് നിക്ഷേപകരെ സ്വാഗതം ചെയ്തത്. നിക്ഷേപ രംഗത്തെ വലിയ മാറ്റങ്ങളാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി ആമുഖമായി പറഞ്ഞു. ഒപ്പം നിക്ഷേപകർക്ക് സർക്കാരിന്റെ ഉറപ്പുകളും. നടപടിക്രമങ്ങൾ ചുവപ്പ് നാടയിൽ കുടുങ്ങില്ല. ലൈസൻസുകൾ സമയബന്ധിതമായി അനുവദിക്കും. ഭൂമി കിട്ടാത്തതിന്റെ പേരിൽ ഒരു നിക്ഷേപകനും സംസ്ഥാനം വിട്ടു പോകേണ്ടി വരില്ല. അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. We have taken a holistic view and are paying equal attention to all matters from policy formulation to the last mile implementation. We have ensured that no investor coming to Kerala will have to face the cobweb of procedural delays and meet the barriers of red tape. വ്യവസായ രംഗത്തെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി ദേശീയപാത വികസനം അടക്കം യാഥാർത്ഥ്യമായത് എടുത്തു പറഞ്ഞു. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യവസായത്തിന്റെ കാര്യത്തിൽ മാറ്റിവെക്കുമെന്നും കേരളം നിക്ഷേപകരുടെ സ്വർഗമായി മാറിക്കഴിഞ്ഞെന്നും മന്ത്രി പി രാജീവ്. This is the best place for ease of doing business with ease of living. And we, irrespective of other differences, political, ideological and governance differences, we are together to attract more investment and create more employment opportunities to our own youth. This is the right time. This is the right place. On behalf of the government, I would like to invite you all to invest in this country, in this state. This is God's own country. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി, UAE ധനമന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി, ബഹ്റൈനിലെ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദൽ ഫക്രു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രി 2 ദിവസത്തെ നിക്ഷേപ സംഗമത്തിൽ മുഴുവൻ സമയവും പങ്കെടുക്കും. വിദേശികളും പ്രവാസികളും ഉൾപ്പെടെ 3000 പേരാണ് സംഗമത്തിന്റെ ഭാഗമാകുന്നത്. ന്യൂസ് 18 കൊച്ചി. കേരളത്തിനായി പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ 1.3 ലക്ഷം കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. 50,000 കോടി രൂപയുടെ റോഡ് വികസന പദ്ധതികൾ ഉടൻ ആരംഭിക്കും. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, കഞ്ചിക്കോട് എന്നിവിടങ്ങളിൽ 3 മാസത്തിനകം 10,840 കോടിയുടെ പദ്ധതികൾ ആരംഭിക്കും. അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള 45 കിലോമീറ്റർ ബൈപ്പാസ് 6 വരിയാക്കാൻ 6,500 കോടി രൂപ അനുവദിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ പദ്ധതിയായ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് 5,000 കോടി രൂപയും അനുവദിച്ചു. We have 31 upcoming projects of length 896 km costing 50,000 crore. One is 4-laning of Palakkad, Kozhikode, strength of NH 966, 5 packages, Palakkad, Mallapuram, Kozhikode district, length 120 km and cost is 10,814 rupees. All 5 packages are under bidding stage. Within 3 months, we will start the work of this project. This is one of the important roads costing 10,814 crore. ആശാ വർക്കർമാർ നടത്തുന്ന സമരം 12ാം ദിവസം പിന്നിടുകയാണ്. ചർച്ചയ്ക്കുള്ള സാധ്യതകൾ പോലും അടയുന്ന നിലയിലാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. ചർച്ചയ്ക്ക് സന്നദ്ധമെന്ന് സർക്കാർ പറയുമ്പോഴും ഇതുവരെയും സമരക്കാർ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് അനുകൂലമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. ആശാവഹമായ ഒരു സൂചനയുമില്ലാതെയാണ് സമരം അനിശ്ചിതമായി മുന്നോട്ട് പോകുന്നത്. കടുംപിടുത്തം സർക്കാർ തുടരുന്നു. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതിലെ സാഹചര്യമാണ് ആരോഗ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന വേതനം കേരളം നൽകുന്ന കാര്യവും ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ NRHM-ൽ നിന്ന് ലഭിക്കുന്ന തുക എങ്ങനെ വിനിയോഗിക്കണമെന്നത് സംസ്ഥാനങ്ങളുടെ വിവേചനാധികാരമാണെന്നും പെൻഷൻ ആനുകൂല്യമായി 2 ലക്ഷം രൂപ വരെ നൽകുന്ന മറ്റിടങ്ങളുണ്ടെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു.
നിലവിൽ കേരളത്തിൽ 2 മാസത്തെ ഓണറേറിയവും 3 മാസത്തെ ഇൻസെന്റീവുമാണ് കുടിശ്ശികയായുള്ളത്. ആശാവർക്കർമാർ ജോലി ചെയ്യുന്നത് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന് കീഴിലാണ്. അപ്പോൾ ആശാവർക്കർമാരുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അവരുടെ വേതന അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കേണ്ടുന്ന സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ഇത് ആവശ്യപ്പെടുന്നത്. ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നല്ലേ സർക്കാർ പറയുന്നത്. അറിവാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ഇത് വർദ്ധിപ്പിച്ചു തരണമെന്ന് പറയുന്നത്. ഇതിന്റെ മുടക്കം കാലതാമസം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ആശാവർക്കർമാർ പത്തനംതിട്ടയിലെ തന്റെ വസതിയിലേക്ക് എത്തിയപ്പോൾ സന്ദർശനാനുമതി നിഷേധിച്ചുവെന്ന ആരോപണം ആരോഗ്യമന്ത്രി തള്ളി. അവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് അവിടെ CCTV ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇനി അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. അദ്ദേഹം അവിടെയാണ് ഉള്ളത്. അവിടുത്തെ CCTV നമുക്ക് നോക്കാം. അവിടെ ആരും വന്നിട്ടില്ല. ഓണറേറിയം 21,000 രൂപയാക്കുക, പെൻഷൻ ആനുകൂല്യമായി 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളോട് പൂർണ്ണമായും സർക്കാർ സഹകരിക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കിഫ്ബി പദ്ധതികൾക്ക് വരുമാന സ്രോതസ് കണ്ടെത്തിയേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ച് ഇടതുമുന്നണി. മുന്നണി നേതാക്കൾക്ക് കൺവീനർ TP രാമകൃഷ്ണൻ നൽകിയ സർക്കുലറിൽ ആണ് ടോൾ പിരിവ് പരാമർശിക്കാതെയുള്ള നിലപാട് പ്രഖ്യാപനം. ജലവിനിയോഗത്തെയും കൃഷിയെയും ബാധിക്കാതെ ആക്രമണം പാലക്കാട് ബ്രൂവറി എന്നും ബാധിക്കാതെയാകണം പാലക്കാട് ബ്രൂവറി എന്നും LDF പറയുന്നു. ഈ പരാമർശം CPIക്ക് ആശ്വാസമാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കി വരുന്നു. വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് പൊതുവെ ദോഷം ചെയ്യാത്ത നിലയിൽ വരുമാന സ്രോതസ് കണ്ടെത്താൻ കഴിയണം. കിഫ്ബിയെ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കണം. ഇതാണ് കിഫ്ബി സംബന്ധിച്ച ഇടതുമുന്നണി സർക്കുലറിലെ നിർദ്ദേശം. അതായത് വരുമാന മാർഗങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് മുന്നണി വ്യക്തമാക്കുന്നു. അതിന് വഴികൾ തേടാൻ സർക്കാരിനോട് നിർദ്ദേശിക്കുന്നു. റോഡുകൾക്ക് ടോൾ, യൂസർ ഫീ തുടങ്ങി പല നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്. ഇതിലൊന്ന് വൈകാതെ പരിഗണിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ഘടകകക്ഷികൾക്ക് നേതൃത്വം നൽകുന്നത്. ബ്രുവറിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ശേഷം CPMന്റെ വാശിക്ക് വഴങ്ങിയ CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. വിരോവിഷമടക്കമുള്ളവർക്ക് മുഖം രക്ഷിക്കാൻ ഉതകുന്ന പരാമർശങ്ങളാണ് മുന്നണി കൺവീനറുടെ സർക്കുലറിൽ ഉള്ളത്. ജലവിനിയോഗമായിരുന്നു പ്രധാന ആശങ്കയായി CPI ചൂണ്ടിക്കാട്ടിയത്. നയപരമായ തീരുമാനങ്ങൾ പോലും ഘടകകക്ഷികൾ അറിയിക്കുന്നില്ലെന്ന പരാതിയും ശക്തമായിരുന്നു. അതൊഴിവാക്കാനാണ് മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങൾ സർക്കുലറായി കൂടി ഘടകകക്ഷികൾ അറിയിച്ചതെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. അടിസ്ഥാന വിഭാഗങ്ങൾക്കുള്ള വേതനവും ആനുകൂല്യങ്ങളും പോലും കൃത്യമായി നൽകാൻ കഴിയാത്തപ്പോൾ PSC അംഗങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നത് ഔചിത്യമല്ലെന്ന് സർക്കാരിനോട് AITUC. ഇടത് സർക്കാരിന് ചേരാത്ത നടപടി റദ്ദ് ചെയ്യണമെന്നും സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടു. നേരത്തെ AYFും സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. PSC ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. മാന്യമായ വേതനത്തിനായി ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം. പാചകത്തൊഴിലാളികൾ, അങ്കണവാടി ജീവനക്കാർ, റേഷൻ വിതരണക്കാർ, സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ, ദിവസവേതനക്കാർ, മിനിമം വേതനം പോലും ലഭിക്കാത്ത, ജീവിക്കാൻ പോലും വഴിയില്ലാത്ത ലക്ഷങ്ങൾ സർക്കാരിന്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു. അപ്പോഴാണ് പ്രതിമാസം സർക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ പറ്റുന്ന PSC അംഗങ്ങൾക്ക് പിന്നെയും ശമ്പള വർധന. ഇതെന്തു ന്യായമെന്ന ചോദ്യമാണ് സർക്കാരിനോട് ഭരണപാർട്ടിയുടെ യുവജന തൊഴിലാളി സംഘടനകളുടേത്. അടിസ്ഥാന മേഖലകളിൽ ന്യായമായ ശമ്പളം കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യണമെന്ന ആവശ്യം സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേര് പറഞ്ഞാണ് സർക്കാർ നിഷേധിക്കുന്നത്. ഇത്തരക്കാരെ പരിഗണിക്കാതെ PSC അംഗങ്ങൾക്ക് വാരിക്കോരി നൽകുന്നത് ഇടതു സർക്കാരിന് ഭൂഷണമല്ല എന്ന കടുത്ത വിമർശനമാണ് AITUC ഉയർത്തുന്നത്. തീരുമാനം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. സർക്കാർ നിലപാട് ആശങ്ക ഉളവാക്കുന്നതാണെന്നും ഇടതു നയത്തിൽ നിന്ന് സർക്കാർ വ്യതിചലിക്കരുതെന്നും യുവജന സംഘടനയായ AYFും നേരത്തെ സർക്കാരിനോട് പറഞ്ഞിരുന്നു. PSC അംഗങ്ങളുടെ വേതന വർധനയ്ക്കെതിരെ ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷവും ഉയർത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതിയുടെ വിമർശനം. പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള 16 പദ്ധതികൾ എന്ന് പൂർത്തിയാക്കുമെന്നതിൽ സംസ്ഥാന സർക്കാരിന് ധാരണയില്ല എന്ന് ഹൈക്കോടതി വിമർശിച്ചു. മാർച്ച് 31 മുൻപ് പദ്ധതി പൂർത്തിയാക്കണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലെന്ന് കേന്ദ്രത്തോട് കോടതി ചോദിച്ചു. നിബന്ധനയിൽ എതിർപ്പറിയിച്ച് കേന്ദ്രത്തിന് കത്തയച്ചുവെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മറുപടി.
വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ നദികളിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ വൈകുന്നതിൽ ഉൾപ്പെടെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. പ്രദേശത്ത് നിന്ന് മഴക്കാലത്തിന് മുൻപ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകണമെന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ അറിയിച്ചു. ദുരന്തശേഷമുള്ള അവശിഷ്ടങ്ങൾ എത്രയുണ്ടെന്ന് കൃത്യമായി കണക്കാക്കിയിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വിശദീകരിച്ചു. അസസ്മെന്റ് കഴിഞ്ഞുവെന്നും നദികളിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടികൾ മാർച്ചിൽ തുടങ്ങുമെന്നും ജൂണിനു മുൻപേ പുഴയുടെ ഒഴുക്ക് നേരെയാകുമെന്നാണ് പ്രതീക്ഷയെന്നും അതോറിറ്റി മറുപടി നൽകി. ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അനുവദിച്ച വായ്പ മാർച്ച് 31 മുൻപായി ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ പ്രായോഗികമല്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതോടെ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ തുക വിനിയോഗിക്കുന്നതെന്നുള്ള കാര്യം കോടതിയിൽ ഫയൽ ചെയ്യേണ്ടതല്ലെന്ന് സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. അത് ഫയൽ ചെയ്താൽ മാത്രമല്ലേ കേന്ദ്ര സർക്കാരിനും കോടതിക്കും അറിയാൻ കഴിയൂ. പക്ഷേ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള സമയപരിധി കോടതിയിൽ അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. പുനരധിവാസ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഏതൊക്കെ പദ്ധതികൾ എപ്പോൾ പൂർത്തിയാകുമെന്ന് സംസ്ഥാന സർക്കാരിന് അറിയേണ്ടതല്ലേയെന്നും കോടതി ആരാഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി മാർച്ച് 3 വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. മസ്തകത്തിൽ മുറിവേറ്റ് കോടനാട് ചികിത്സയിലിരിക്കെ ചെരിഞ്ഞ അതിരപ്പള്ളിക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം തുടരുകയാണ്. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയ്ക്കാണ് ആന കുഴഞ്ഞു വീണത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അഭയാരണ്യത്തിൽ ആനയുടെ ജഡം സംസ്കരിക്കും. ബുധനാഴ്ചയാണ് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി കോടനാട്ടേക്ക് മാറ്റിയത്. പ്രോട്ടോകോൾ പ്രകാരം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പ്രത്യേക പാനൽ രൂപീകരിച്ചിരുന്നു. ചാനൽ ചർച്ചയ്ക്കിടെ മതവിദ്വേഷം വളർത്തുന്ന തരത്തിൽ പരാമർശം നടത്തിയെന്ന കേസിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന ജോർജിന് ജാമ്യം നൽകാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. പരാമർശത്തിൽ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. ക്യാൻസർ ബാധയെ തുടർന്ന് ശസ്ത്രക്രിയ പൂർത്തിയാക്കി ജീവിതത്തിലേക്ക് മടങ്ങിവരുന്നതിനിടെയാണ് അന്ത്യം. മൃതദേഹം ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ നിന്ന് നാളെ കോട്ടയത്ത് എത്തിക്കും. ക്യാൻസർ ബാധയെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു AV റസൽ. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഇതിനിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായി ഹൃദയാഘാതം റസലിന്റെ ജീവൻ കവർന്നത്. ഒരു സമർപ്പിത ജീവിതത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഈ കാലമത്രയും ചക്രമത്തായ രീതിയിലുള്ള ഉജ്ജ്വലമായ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ആ നാടിന്റെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ട് വളർന്നു വന്ന സഖാവ് റസലിന്റെ യോഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളിൽ വലിയ പ്രയാസമാണ്, ദുഃഖമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ടേമായി റസലാണ് CPM ജില്ലാ സെക്രട്ടറി. നേരത്തെ VN വാസവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ റസലിനെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏൽപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പകരക്കാരനാകാൻ റസലെത്തി. തുടർന്ന് 2022 ഈ വർഷം ജനുവരിയിൽ നടന്ന ജില്ലാ സമ്മേളനങ്ങൾ റസലിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 12 വർഷമായി CPM ജില്ലാ സെക്രട്ടേറിയറ്റിലും 24 വർഷമായി ജില്ലാ കമ്മിറ്റിയിലും അംഗമാണ്. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുണ്ട്. നിലവിൽ CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. 2006 ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. 2000-2005 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു. ന്യൂസ് 18 കോട്ടയം. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൗമ്യനായ സംഘാടകനും പ്രക്ഷോഭകാരിയുമായ റസലിന്റെ വിയോഗം കോട്ടയത്തെ പാർട്ടിക്കും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും കനത്ത നഷ്ടമാണ് എന്ന് മുഖ്യമന്ത്രി അനുശോചിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അനധികൃത പാറ പൊട്ടിക്കലും മണ്ണെടുപ്പും നടത്തുന്നുവെന്ന പരാതിയിൽ വർഗീസിനും മരുമകനും എതിരെ കേസെടുത്തതിന് പിന്നാലെ ആണ് കളക്ടർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. പരാതിയിൽ ഗൂഢാലോചന ഉണ്ട് എന്നും പേരുപോലും വെക്കാതെയുള്ള വ്യാജ പരാതി വന്നാൽ അന്വേഷണത്തിന് ഉത്തരവിടുകയാണോ വേണ്ടതെന്നും CV വർഗീസ് വിമർശിച്ചു. ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശ നിയമങ്ങൾ ഭേദഗതി ചെയ്തില്ല എങ്കിൽ പാർലമെന്റിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് സാമൂഹ്യ പ്രവർത്തക VP സുഹ്ര. പലവട്ടം നേതാക്കന്മാർക്കും നിയമവ്യവസ്ഥയ്ക്കും മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരം ഇരിക്കും. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ
വരും തലമുറയിലെ സ്ത്രീകൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യും എന്നും മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് അതിക്രൂരമായ അവസ്ഥയെന്നും സുഹറ വ്യക്തമാക്കി. ഇനിയും ഇതെനിക്ക് കാണാൻ പറ്റില്ല, കാരണം അത്രമാത്രം തീവ്രമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത്. നിയമപരമായി അവരെന്നെ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ കണ്ട് ആത്മഹത്യ ചെയ്യും. പിന്നെ അതല്ലാതെ വേറെ നിർവാഹമില്ല. എന്ത് ചെയ്യണം പറയും. വർഷങ്ങളോളം മുസ്ലിം സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി സംസാരിച്ച ധീരവനിത. മതപണ്ഡിതന്മാരുടെ വിചിത്ര പ്രസ്താവനകൾക്കും നിലപാടിനുമെതിരെ എന്നും ആഞ്ഞടിച്ച ശബ്ദം. എന്നാൽ സ്വന്തം ജീവിതം തന്നെ ഇന്ന് ബലിയർപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ VP സുഹറയ്ക്ക്, അല്ലെങ്കിൽ സുഹറയിലൂടെ ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾക്ക് ഒന്നടങ്കം പറയാനുണ്ട്. ഒരായുഷ്കാലം മുഴുവൻ അവർ നേരിടേണ്ടി വരുന്ന കടുത്ത അനീതിയുടെയും വിവേചനത്തിന്റെയും കഥകൾ. മുസ്ലിം സ്ത്രീകൾ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് ഉപദേശിക്കുന്ന പണ്ഡിതരെ ആ പെൺമക്കളുടെ ഉപ്പയോ ഭർത്താവോ മരണപ്പെട്ടാൽ പിന്നെ അവരുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഒരു പുരുഷനും പിന്തുടർച്ചാവകാശത്തിൽ ഒരു പുരുഷന് ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് പകുതിയേ കിട്ടുന്നുള്ളൂ. ഒറ്റ മകളാണെങ്കിൽ ബാപ്പ ഉണ്ടാക്കിയ സ്വത്തിൽ പകുതിയേ കിട്ടുന്നുള്ളൂ. ഈ പകുതി ബാപ്പാൻ്റെ ജ്യേഷ്ഠന്മാരോ അഞ്ചന്മാരോ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. അതും പുരുഷന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ, പെങ്ങളാണെങ്കിൽ കിട്ടൂല. എല്ലാ മതങ്ങളും കാലാനുസൃതമായി നിയമങ്ങൾ മാറ്റി എഴുതി. എന്നിട്ടും ഇസ്ലാം മതം മാത്രം മാറി ചിന്തിക്കാത്തത് എന്തുകൊണ്ട്? CPM ചെയ്യൂല, മുസ്ലിം ലീഗും ചെയ്യൂല, കോൺഗ്രസ്. മുസ്ലിം ലീഗിന് താങ്ങി നിൽക്കുന്നതാണ്. കോൺഗ്രസ് ഒക്കെ മുസ്ലിം ലീഗിനെതിരായിട്ട് നിൽക്കില്ലല്ലോ. അവരൊക്കെ വോട്ടിന്റെ ശക്തി അവരല്ലേ. ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർ പൊരുത്തി തന്നെ നേടിയതാണ്. എന്നാൽ പിന്തുടർച്ചാവകാശത്തിൽ ചീഫ് ജസ്റ്റിസിനടക്കം കത്തയച്ചു. കേരളത്തിലെ MLA-മാരെയും MP-മാരെയും വിഷയമറിയിച്ചു. എന്നിട്ടും എവിടെ അവകാശങ്ങളും നീതിയുമെന്നാണ് VP സുഹറയ്ക്ക് ചോദിക്കാനുള്ളത്. 23-ാം തീയതി മുതൽ പാർലമെന്റിനു മുന്നിൽ നിരാഹാര സമരമിരിക്കും. എന്നിട്ടും നടപടിയിൽ മെല്ലെപ്പോക്കാണെങ്കിൽ ആത്മഹത്യ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സുഹറ. സുഹറയുടെ ഈ തീരുമാനം ഇന്ത്യയിലെ 9 കോടിയോളം വരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഇനി ജനിക്കാനിരിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടിയാണ്. വിമർശിക്കുന്നതിന് മുൻപ് ഒന്നു മാത്രം ചിന്തിക്കുക. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ സഹോദരിമാർ ഇവരൊക്കെ എങ്ങനെ ജീവിക്കും? ഈ ക്രൂരത ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. അത്രമാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. വെടിനിർത്തൽ 3 ആഴ്ച പിന്നിടുമ്പോൾ ഇസ്രായേലിന് നടുക്കി ടെൽ അവീവിന് അടുത്ത സ്ഫോടന പരമ്പര. ബന്ദികളാക്കപ്പെട്ടവരിൽ കൊല്ലപ്പെട്ട 4 പേരുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറിയതിന് പിന്നാലെയാണ് സ്ഫോടനങ്ങൾ. ഭീകരാക്രമണം ആണ് എന്ന് ഇസ്രായേൽ ആരോപിച്ചു. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ടെൽ അവീവ് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കി. ലക്ഷത്തോളം ജനങ്ങൾ കഴിയുന്ന ഇസ്രായേലിലെ പ്രധാന നഗരമായ ടെലവീവിൽ ഇന്നലെ രാത്രിയാണ് ഉഗ്രശബ്ദത്തോടെ സ്ഫോടനമുണ്ടായത്. ബാറ്റിയ, ഹോലൻ എന്നിവിടങ്ങളിൽ നിർത്തിയിട്ട 3 ബസ്സുകളിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. നിർത്തിയിട്ടിരുന്ന ബസ്സായതിനാൽ ആളപായമുണ്ടായില്ല. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറപ്പെടാനിരുന്ന ബസ്സിലായിരുന്നു സ്ഫോടനം. നിലവിൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഭീകരാക്രമണമാണ് ഉണ്ടായതെന്നും വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് പിന്നിലെന്നും സൈനിക നടപടി ഉടൻ ഉണ്ടാകുമെന്നും ഇസ്രായേൽ പറയുന്നു. ഏകദേശം 5 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഹോളനിലെ ബസ് സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട്. മറ്റു 2 ബസ്സുകളിലെ സ്ഫോടക വസ്തുക്കൾ പോലീസ് നിർവീര്യമാക്കിയിട്ടുണ്ട്. 5 ബോംബുകളും സമാനമാണ്. ടൈമറുകൾ ഘടിപ്പിച്ചതാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. സ്ഫോടനത്തിന് പിന്നാലെ മുഴുവൻ ബസ് സർവീസുകളും നിർത്താൻ ഗതാഗത മന്ത്രി മിറി റജവ് ഉത്തരവിട്ടിട്ടുണ്ട്. എല്ലാ ബസ്സുകളിലും ട്രെയിനുകളിലും ലൈറ്റ് മെട്രോ സർവീസുകളിലും പരിശോധന നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം ഗസ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ പദ്ധതി ചർച്ച ചെയ്യുന്നതിനായി അറബ് നേതാക്കൾ ഇന്ന് സൗദി അറേബ്യയിൽ യോഗം ചേരും. പ്രദേശവാസികളെ സ്ഥലത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതിൽ പല രാജ്യങ്ങൾക്കും പ്രതിഷേധമുണ്ട്. മാർച്ച് 4-ന് ഈജിപ്തിൽ നടക്കുന്ന അടിയന്തര അറബ് ലീഗ് ഉച്ചകോടി പ്രസിഡന്റ് ട്രംപിന്റെ ഗാസ റിവിയേര നിർദ്ദേശം വിപുലമായി ചർച്ച ചെയ്യും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് മറ്റു നേതാക്കളെ യോഗത്തിനായി ക്ഷണിച്ചത്.
അറബ് നേതാക്കളും ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പ്രദേശം ആര് ഭരിക്കണം, പുനർനിർമ്മാണത്തിന് എങ്ങനെ ധനസഹായം നൽകണമെന്നതിനെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വോട്ടിംഗ് ശതമാനം ഉയർത്താൻ അമേരിക്ക 181 കോടി രൂപ നൽകിയത് ഇന്ത്യക്കല്ല ബംഗ്ലാദേശിനാണ് എന്ന റിപ്പോർട്ടിനെ ചൊല്ലി വിവാദം. റിപ്പോർട്ട് തള്ളി BJP നേതാവ് അമിത് മാളവ്യ രംഗത്ത് വന്നു. എന്നാൽ ട്രംപ് പറഞ്ഞത് പരിശോധിക്കാതെ BJP കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബൈഡൻ ഭരണകൂടം ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം ഉയർത്താനായി 181 കോടി രൂപ നൽകിയെന്നും അത് ഇനി നിർത്തുകയാണെന്നും പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. തൊട്ടു പിന്നാലെ ഇത് കോൺഗ്രസിനാണ് കിട്ടിയതെന്നും വിദേശ ഫണ്ട് വാങ്ങി കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നും BJP ആരോപിച്ചു. വിവാദം കൊഴുക്കുന്നതിനിടെയാണ് ദേശീയ ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസ് ഫാക്ട് ചെക്കിൽ ഈ പണം നൽകിയത് ഇന്ത്യക്കല്ല ബംഗ്ലാദേശിനാണെന്ന് തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യക്ക് 181 കോടി രൂപ നൽകിയതായി ഇതുവരെ കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ലെന്നതും ബംഗ്ലാദേശിന് 181 കോടി രൂപ US ഫണ്ട് കിട്ടിയതായി USAID ധാക്ക ഉപദേഷ്ടാവ് ലുബായിൻ മോസം സ്ഥിരീകരിച്ചതടക്കമാണ് റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് BJP തള്ളുന്നു. ജോർജ് സോറസിനെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട സംഘടനയ്ക്ക് കിട്ടിയ പണത്തെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം നിശബ്ദത പാലിക്കുകയാണെന്ന് BJP നേതാവ് അമിത് മാളവ്യ ആരോപിച്ചു. ഈ പണം വാങ്ങിയാണ് ഇന്ത്യക്കെതിരെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും BJP ആരോപിച്ചു. അസംബന്ധമെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദത്തോടുള്ള കോൺഗ്രസ് പ്രതികരണം. ട്രംപിന്റെ വാക്കുകേട്ട് വസ്തുതകൾ പരിശോധിക്കാതെ BJP കള്ളങ്ങൾ പടച്ചുവിടുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. എന്തായാലും അമേരിക്ക പണം തന്നോ ഇല്ലയോ എന്നതിൽ തർക്കം തുടരുകയാണ്. ഇന്ത്യക്ക് പണം കിട്ടിയെങ്കിൽ എന്ന്, ആർക്ക് കിട്ടിയെന്നതിലടക്കം ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. SFIക്ക് പുതിയ സംസ്ഥാന ഭാരവാഹികൾ. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന PS സഞ്ജീവാണ് പുതിയ സംസ്ഥാന സെക്രട്ടറി. ആലപ്പുഴയിൽ നിന്നുള്ള M ശിവപ്രസാദിനെ പ്രസിഡന്റായും സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. PM ആർഷോയ്ക്കും അനുശ്രീക്കും പകരമാണ് പുതിയ ഭാരവാഹികൾ. വലിയ ഉത്തരവാദിത്തമാണ് സംഘടന നൽകിയത് എന്നും കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകുമെന്നും ഇരുവരും പ്രതികരിച്ചു. PP ദിവ്യക്കെതിരെ അഴിമതി ആരോപണവുമായി KSU. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ വ്യാപക അഴിമതി നടത്തിയെന്നാണ് ആരോപണം. ആശുപത്രിക്കായി ഭൂമി വാങ്ങിയതിൽ ക്രമക്കേടുണ്ട് എന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ആരോപിച്ചു. സ്കൂളുകളിൽ കുടുംബശ്രീ കിയോസ്ക് നിർമ്മിച്ചതിൽ അടക്കം അഴിമതിയുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് KSU പരാതി നൽകി. കണ്ണൂർ തലശ്ശേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തയാളെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ച് CPIM പ്രവർത്തകർ. പോലീസുകാരെ പൂട്ടിയിട്ട ശേഷമാണ് പ്രതിയെ മോചിപ്പിച്ചത്. സംഭവത്തിൽ 55 CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് മണോളിക്കാവിൽ വെച്ച് തലശ്ശേരി SI ഉൾപ്പെടെ 4 പോലീസുകാരെ CPM പ്രവർത്തകർ ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം പോലീസ് അന്വേഷിച്ചിരുന്ന പ്രതികൾ മണോളിക്കാവിൽ തന്നെ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റുന്നതിനിടെ സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ വാഹനം തടഞ്ഞു. പോലീസുകാരെ കാവിനുള്ളിൽ പൂട്ടിയിട്ട ശേഷം പ്രതികളെ മോചിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ CPM പ്രാദേശിക നേതാക്കളടക്കം 55 പേർക്കെതിരെ കേസെടുത്തു. പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിനും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസെടുത്തത്. ന്യൂസ് 18 കണ്ണൂർ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 8,025 രൂപ, പവൻ 64,200. 18 ക്യാരറ്റ് ഗ്രാമിന് 6,605, പവൻ 52,840. വെള്ളി ഗ്രാം 108, കിലോ 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി ദിൽന ചേരും. നമസ്കാരം.